ഇനി നിനക്ക് പോലീസിനെ വിളിക്കണോ? വേണ്ട. ആ മാളു, മാളു, നീ കുമാരന്റെ അടുത്ത് മാപ്പ് ആക്കണം. മാളു, 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 മാപ്പ് വരണം. മാളു, മാളു. എന്റെ മുത്തശ്ശ, നമ്മളൊരു പടയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ മാളുവിനെയും കൊണ്ട് ആ രാമനുണ്ണി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അതുകൊണ്ടാ പറയുന്നത്, രാമനുണ്ണിയുള്ള സ്ഥലം മനസ്സിലാക്കിയിട്ട് ഞാൻ രഹസ്യമായിട്ട് മാളുവിനെ പോയി രക്ഷിച്ചുകൊണ്ട് വരാം. അവൻ ആ ഗോഡൌണിലോ മില്ലിലോ ഉറപ്പായിട്ടുണ്ടാവും. മിക്കവാറും ഗോഡൌണിൽ തന്നെ ആയിരിക്കും അവർ മാളുവിനോട് വിളിച്ചിരിക്കുന്നത്. അതെ, ഗോഡൌണെങ്കിൽ ഗോഡൌൺ, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ആദി, നീ തനിച്ച് മതിയോ? മുത്തശ്ശ, ഈരി ചെവി അറിയാതെ ഞാൻ പോയി മാളുവിനെ രക്ഷിച്ചോണ്ട് വരാം. രാമനുണ്ണി പോലും അറിയില്ല. അതിനല്ലേ ഞാൻ തനിച്ചു പോവാന്ന് പറഞ്ഞേ. ശരി, നീ പോയിട്ട് വാ. പിന്നെ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിൽ നിൽക്കില്ലെന്ന് കണ്ടാൽ നീ എന്നെ വിളിക്കണം. അച്ഛാ, ആദ്യം തനിച്ചു വിടണോ? എന്റെ അച്ഛ, ഞാൻ രാമനുണ്ണിയോട് വഴക്കിടാനൊന്നും അല്ല പോകുന്നത്. എടാ, ഞാൻ അയാളുടെ ഗോഡൌണിൽ ചെല്ലുന്നു, അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നു, അവിടെ എത്ര ആൾക്കാരുണ്ട് നോക്കുന്നു. എന്നിട്ട് തക്ക സമയം നോക്കി മാളുവിനെ രക്ഷിച്ചുകൊണ്ട് പോരുന്നു. ഇനി ഗോഡൌണിലെ ആൾക്കാർ കൂടുതലാണെങ്കിൽ ആ വിവരം അപ്പൊ തന്നെ ഞാൻ മുത്തശ്ശനെ വിളിച്ച് പറയാം. പിന്നെന്താ പ്രശ്നം? ശരിയാ, നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നാൽ രാമനുണ്ണി അവളെ അവിടുന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം രഹസ്യമായിട്ട് പോയി അവളെ രക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. മുഹൂർത്തം അവസാനിക്കാൻ 1 മണിക്കൂറല്ലേ ഉള്ളൂ. ഈ 1 മണിക്കൂറിനുള്ളില് മാളുവിനെ ഇവിടെ എത്തിക്കാൻ ആദിക്ക് കഴിയോ? അരമണിക്കൂറിനുള്ളിൽ മാളുവിനെ ഞാൻ ഇവിടെ എത്തിക്കും. ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഈ റിസ്ക് എടുക്കണോന്നാ. താലികെട്ട് കഴിഞ്ഞ് മാളുവിനെ അന്വേഷിച്ചു പോയാ പോരെ? ആശാന്റി, മാളു സുരക്ഷിതയെ അവിടെ തിരിച്ചെത്താതെ ഈ വിവാഹം നടക്കില്ലെന്ന് വാക്കുകൊടുത്ത മുത്തശ്ശനാ. എന്ത് റിസ്ക് എടുത്തും ശ്രീനാഥന് മുത്തശ്ശൻ കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. മോനെ ആദി, 1 മണിക്കൂറിനുള്ളിൽ നീ ആ പെണ്ണിനെ ഇവിടെ എത്തിക്കാൻ പോണില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആദി, സമയങ്ങളെ നീ വേഗം പോയിട്ട് വാ. ആ, ഞാൻ ദേ ഇറങ്ങുവാ. ആദി, നിനക്ക് ഈ രാമനുണ്ണിയുടെ ഗോഡൌൺ എവിടെയാണെന്ന് അറിയോ? നീ അച്ഛനോ ചെറിയച്ഛനോ ആരെങ്കിലും കൂടെ കൊണ്ടുപോ. അമ്മേ, രാമനുണ്ണിയുടെ ഗോഡൌൺ കണ്ടെത്താൻ അച്ഛനോ ചെറിയച്ഛനോ ഒന്നും കൂടെ വേണമെന്നില്ല. ഈ നാട്ടുകാരെങ്കിലും പോരെ. അവർക്കറിയാലോ രാമനുണ്ണിയുടെ ഗോഡൌൺ. ദാ നമ്മുടെ ദാസപ്പേട്ട മതി. ദാസപ്പേട്ട എന്റെ കൂടെ വരട്ടെ. ദാസപ്പേട്ട, ദാസപ്പേട്ട വന്നേ. വാ കുഞ്ഞെവിടെ? പേടിക്കല്ലേ, വാ. മാളു, കൈ, അയ്യോ, എന്റെ മാളുവിന്റെ കൈകൾ ചുവന്ന് തടിച്ചിരിക്കുന്ന കണ്ടാ? ഈ കെട്ടിപ്പാഴിക്കണം. ഡാ കുമാരൻ, നീ ഒന്ന് അടങ്ങ്. മാമച്ചി നീ ഒരു വാക്കും മിണ്ടരുത്. എന്റെ മാളുവിന്റെ കയ്യിൽ കെട്ടഴിച്ചേ പറ്റുള്ളൂ. എടാ കുമാരെ, നീ അൽക്കുൽ താക്കല്ലേ. പെണ്ണുമ്പിള്ളൻ മിണ്ടിപ്പോരുത് നിങ്ങള് കേട്ടോ. മാമച്ചി എന്നതാണ് ഇവരെ കുറിച്ച് തള്ളി വെച്ചത്. ഒടുക്കത്തെ ഡോണാണ്, ഭയങ്കര സ്കെച്ചാണ്. എന്നിട്ട് ഈ പെണ്ണുമ്പിള്ള ഒടുക്കത്തെ സ്കെച്ചിട്ട് കാണിച്ചു വെച്ചിട്ട് മണ്ണത്തിനെ കണ്ട. എന്റെ മാളു, മോളെ മാളു. ഡാ, ഞാൻ പറയുന്ന നീ ഒന്ന് സമാധാനമായിട്ട് കേക്ക്. എന്റെ മാളുവിനെ കെട്ടിപ്പഴിച്ചുടണം. ഓ, ഈ വെടലവാസുവിന്റെ കാര്യം. എന്റെ മാളു വാടിക്കൊഴഞ്ഞ് താണ്ടാ. എന്റെ മാളുവിന്റെ കയ്യിലെ കെട്ടയച്ചുവിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. എന്റെ ഈശ്വര, രാമനുണ്ണി സാറേ, ഈ വവ്വാലിനുണ്ടായവൻ പോലീസിനെ എങ്ങനെ വിളിച്ച അത് വലിയ പ്രശ്നമാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ, താണ്ടേ, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. സകല എണ്ണത്തിനെ ഞാൻ താക്കും. എന്റെ മാളുവിന്റെ ദേഹത്തോട്ട ഒരുത്തനെ ഞാൻ വെറുതെ വിടൂല. പാവം എന്റെ കൊച്ച്, കിലോ കണക്കിന് ക്ലോറോഫോം അല്ലേ എന്റെ കൊച്ചിന്റെ മൂക്കിൽ ഈ പിഴച്ച പെണ്ണുമുള്ള അടിച്ചു കയറ്റി കൊടുത്തത്. മോളെ മാളു, മാളു വേദനിക്കുന്നാടാ. കുഴപ്പമില്ല, കുഴപ്പമില്ല കേട്ടോ. കുമാരേ, നീ അത് കുടിച്ചേ. എനിക്കൊന്നും വേണ്ട. എടാ കുടിക്കടാ, നിന്റെ വിഷമം അങ്ങ് മാറട്ടെ. ആ കുടിക്ക്. എടാ കുടിക്കടാ, നിന്റെ വിഷമം അങ്ങ് മാറട്ടെ. ആ കുടിക്ക്.
ഇങ്ങോട്ട്. ഏയ്. ഔ. ഇനി നിനക്ക് പോലീസിനെ വിളിക്കണോ? വേണ്ട. ആ മാളു, മാളു, നീ കുമാരന്റെ അടുത്ത് മാപ്പ് ആക്കണം. മാളു, മാളു, മാളു മാപ്പ് തരണം. മാളു, മാളു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, കട്ടപ്പേര നെഞ്ചിൽ ബാഹുവിൽ ചവിട്ടിയില്ലേ, അത് കണക്ക് നീ എന്റെ നെഞ്ചിൽ ചവിട്ട് മാളു. ചവിട്ട് മാളു, ചവിട്ട്. കുമാരന്റെ ചവിട്ട്. ചേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ട് ചവിട്ട് മാളു. ചവിട്ട് മാളു, ഇത് ചവിട്ട് മാളു. സങ്കടം പറഞ്ഞു. മാളു. കുഞ്ഞേ, നമുക്ക് പോകണ്ടേ? ആ പോവാം. അല്ല കുഞ്ഞേ, 1 മണിക്കൂറിനുള്ളിൽ മാളൂനെ ഇവിടെ എത്തിക്കണ്ടേ? എന്നാലല്ലേ കല്യാണം നടക്കൂ. ദാസപ്പേട്ടൻ പുത്തമ്പുരയ്ക്കൽ ജോലിക്ക് വന്നു തുടങ്ങിയിട്ട് എത്ര നാളെ കാണും? അതൊക്കെ കുറെ കാലം ആയില്ലേ കുഞ്ഞേ? ഈ കുറെ കാലം എന്ന് പറയുമ്പോ അതിനൊരു കണക്കില്ലേ? 10 വർഷമായോ, 20 വർഷമായോ, 25 വർഷമായോ, അതോ 40 വർഷമായോ? എന്റെ കുഞ്ഞേ, ഇതൊക്കെ പറയേണ്ടുന്ന സമയം ഇതാണോ? ദാസപ്പേട്ടന് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടോ? ഗ്രാറ്റുവിറ്റി ഉണ്ടോ? എനിക്ക് ഒരു കുറ്റിയില്ല. കുഞ്ഞൊന്ന് വണ്ടി കയറിയേ. എന്റെ ദാസപ്പേട്ട, നിങ്ങൾ 10-30 വർഷമായിട്ട് പുത്തമ്പുരക്കലുകാർക്ക് വേണ്ടി ജോലി ചെയ്യാം. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് വയ്യാതായ നിങ്ങൾക്ക് മെഡിക്കൽ ടൈം ഉണ്ടോ? എന്റെ പൊന്നു കുഞ്ഞേ, ഇതൊക്കെ നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം. കുഞ്ഞൊന്ന് വണ്ടി കയറ്. ദാസപ്പേട്ട, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടതേ നിങ്ങളുടെ ഉത്തരവാദിത്വം. അതൊക്കെ ഞാൻ സുരക്ഷിതമാക്കിക്കൊള്ളാം. നമുക്ക് പെട്ടെന്ന് പോകാം. വണ്ടി എടുക്ക്. എന്നാലും ഇൻഷുറൻസ് എടുക്കാൻ മറക്കല്ലേ. കുഞ്ഞെ തുറക്കൂഞ്ഞേ, തുറക്കട്ടെ. പോവാം. ഒരു മിനിറ്റ്, പോവും മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? കുഞ്ഞെ പ്രാർത്ഥിച്ചത് മതി, നമുക്ക് പോകാം. ഒരു നോക്ക് കാണാൻ നോക്ക് മാളു. മാളു, കുമാരൻ, മാമജി, മാളു കണ്ണുറയുന്നില്ല മാമജി. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ. ഞാൻ വരൂല. എന്റെ മാളിനോട് ഒറ്റയ്ക്കാക്കി അങ്ങോട്ട് വരില്ല മാമജി. ഇതെന്തൊരു ശല്യമാണെന്ന് നോക്ക്. മാളു, മാമജി, എന്റെ മാളുവിന് ഒരിക്കലും ബോധം വരില്ല മാമജി. അവൾ എന്നെ മറന്നു പോവാ മാമജി. റൊമാൻസ്. ഓ എടാ, എന്ത് പൂരം കാണാൻ നിൽക്കുക? ഈ മരംകുത്തി എവിടെ നിന്ന് വിളിച്ചോണ്ട് പോ. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ എന്റെ മാളുവിനെ കൊല്ലണം.